ഈ നമ്മൾ രോഗങ്ങളെ പലപ്പോഴും ആളുകളുടെ സ്വഭാവ വൈകല്യമായിട്ട് ചിത്രീകരിക്കാറുണ്ട്. ഉദാഹരണത്തിന് ഒരാൾക്ക് ഡയബറ്റീസ് വന്നു കഴിഞ്ഞാൽ അവൻ കുട്ടിക്കാലം മുതൽ പഞ്ചസാര തീറ്റയായിരുന്നു, അല്ലെന്നുണ്ടെങ്കിൽ അവന് ഭയങ്കര തടിയാണ്, തടി കുറയ്ക്കാനായിട്ട് അവട്ട് ശ്രമിച്ചില്ല, വീട്ടുകാർക്ക് ഡയബറ്റീസ് ഉണ്ടെന്ന് അവന് അറിയാമായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പം നമ്മുടെ ആരോഗ്യ വകുപ്പിൻ്റെ ഒരു മുദ്രാവാക്യം തന്നെ നമ്മുടെ ആരോഗ്യം നമ്മുടെ ഉത്തരവാദിത്വം. സത്യത്തിൽ ഞാൻ അതിനോട് പൂർണ്ണമായിട്ടും യോജിക്കുന്നില്ല. കാരണം നമ്മുടെ ആരോഗ്യം നമ്മുടെ കൂടി ഉത്തരവാദിത്വമാണെന്ന് വേണമെങ്കിൽ പറയാം. അല്ല, നമ്മുടെ ആരോഗ്യം നമ്മുടെ ഉത്തരവാദിത്വമല്ല. കാരണം അത് സ്റ്റേറ്റിൻ്റെ ഒരു തരം കൈകഴുകലാണ്. നിങ്ങളുടെ ആരോഗ്യം വേണമെങ്കിൽ നിങ്ങൾ നോക്കിക്കൊള്ളണം എന്ന് പറയാൻ കഴിയില്ല. നമ്മുടെ ആരോഗ്യം നോക്കേണ്ടത് ഈ സമൂഹമാണ്. നല്ലൊരു ശതമാനം ഈ സമൂഹമാണ് നമ്മുടെ ആരോഗ്യം നോക്കേണ്ടത്. നമ്മൾ ഏതെങ്കിലും പ്രധാനത്തിന് കള്ളു കുടിച്ചിട്ട് വണ്ടി ഓടിക്കുന്നെങ്കിൽ അത് നമ്മുടെ മാത്രം കുറ്റമല്ല. കള്ളു കുടിച്ചിട്ട് വണ്ടി ഓടിക്കുന്നത് പ്രൊമോട്ട് ചെയ്യുന്ന ഈ സംവിധാനങ്ങൾ ഇവിടെ ഉണ്ട്. അല്ലെങ്കിൽ കള്ളു കുടിച്ചിട്ട് വാഹനം ഓടിക്കുന്നു എന്നുള്ളത് ചെക്ക് ചെയ്യാൻ ഈ സമൂഹത്തിന് കഴിയുന്നില്ല. തുടങ്ങി ഒട്ടേറെ കാര്യങ്ങളുണ്ട്. അല്ല, നമ്മുടെ നാട്ടിലെ സംവിധാനമാണെങ്കിൽ സിംഗപ്പൂരും അമേരിക്കയിലും ദുബായിലും ഒക്കെ ആളുകൾ കള്ളു കുടിച്ചിട്ട് വണ്ടി ഓടിച്ചതിന്. അല്ലാതെ അവിടെയുള്ള ആളുകൾ മെച്ചവും നമ്മുടെ ആളുകൾ മോശമായതുകൊണ്ടല്ല നമ്മുടെ നാട്ടിലെ ആളുകൾ കള്ളു കുടിച്ച് വണ്ടി ഓടിക്കുകയും അവിടെ ആളുകൾ കള്ളു കുടിച്ച് വണ്ടി ഓടിക്കാതിരിക്കുകയും ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ട് അതിനുള്ള സംവിധാനങ്ങൾ, അപ്പൊ അതുകൊണ്ട് ഇതൊരു പൊതുജനാരോഗ്യ പ്രശ്നമായിട്ട് തന്നെ നമ്മൾ എടുക്കേണ്ടതായിട്ടുണ്ട്. അത് ആളുകളുടെ ബിഹേവിയറുമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നം മാത്രമല്ല. ബിഹേവിയറുമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ അതിനകത്തുണ്ടെങ്കിൽ ആ ബിഹേവിയർ ചേഞ്ച് ചെയ്യുന്നത് ആവശ്യമായിട്ടുള്ള പ്രൊവിഷനും എൻഫോഴ്സ്മെന്റും ഉൾപ്പെടെയുള്ള നടപടിയിലേക്ക് സർക്കാരും ജനങ്ങളും കടക്കേണ്ടതായിട്ടുമുണ്ട്. ഈ റോഡപകടങ്ങൾ വളരെ വലിയ ഒരു പ്രശ്നമാണ്. ഈ അടുത്ത കാലത്ത് വേൾഡ് ബാങ്ക് കേരളത്തിൽ ആരോഗ്യ പ്രശ്നങ്ങളെ പറ്റി പഠിക്കാനായിട്ട് വന്നപ്പോൾ അവരുടെ ഒരു പ്രധാനപ്പെട്ട നിരീക്ഷണം, ഈ കുഞ്ഞുങ്ങളുടെ അമ്മമാരുടെ ആരോഗ്യത്തിൻ്റെ കാര്യത്തിൽ കേരളം ഒരു സമൂഹം എന്നുള്ള നിലയിൽ PhDക്ക് പഠിക്കുകയാണെങ്കിൽ ഈ ആക്സിഡൻറ്റുകൾ തുടങ്ങിയ കാര്യങ്ങൾ നിയന്ത്രിക്കുന്നതിൽ കേരള സമൂഹം LKGയിൽ പോലും എത്തിയിട്ടില്ല എന്നുള്ളതാണ് അവരുടെ ഒരു നിരീക്ഷണം. പുതിയ സർക്കാർ ഇപ്പോൾ അധികാരത്തിൽ വരുന്ന ഒരു സാഹചര്യത്തിൽ തീർച്ചയായിട്ടും നമ്മൾ മുന്തിയ പരിഗണന കൊടുക്കേണ്ട ഒരു വിഷയം ഈ അപകടങ്ങളുമായിട്ട് ബന്ധപ്പെട്ടതാണ്. പഴയ സർക്കാർ തന്നെ അതുമായിട്ട് ബന്ധപ്പെട്ട ശ്രമങ്ങൾ തുടങ്ങി വെച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും അത് വളരെ വലിയ പ്രശ്നം ഉള്ള ഒരു കാര്യമാണ്. കേരളത്തിൽ ഒരു വർഷം ഏതാണ്ട് 5000 ആളുകളെങ്കിലും വാഹനാപകടത്തിൽ മരിക്കുന്നുണ്ട്. അതിൻ്റെ ഒരു 10 ഇരട്ടിയോളം ആളുകൾ വാഹനാപകടത്തിൽ മുറിവേറ്റ് ചികിത്സ തേടുന്നുണ്ട്. ഈ വാഹനാപകടത്തിൽ മുറിവേറ്റ് ചികിത്സ തേടുന്നത് ഇതിൻ്റെ 10 ഇരട്ടി എന്ന് പറയുമ്പോൾ, നമ്മളൊരു വാഹനാപകടത്തിൽ നമ്മളൊരു വണ്ടി തട്ടി, നമുക്ക് കാര്യമായിട്ടൊന്നും പറ്റിയില്ല, അല്ലെങ്കിൽ ശരീരത്തിലൊരു പോറൽ പറ്റി, ഇതൊന്നുമല്ല ഈ നമ്പർ. കാരണം പോലീസ് കേസ് ആകാതെ ഇത് കണക്കിൽ വരില്ല. അപ്പോൾ കാര്യമായിട്ടുള്ള ഇഞ്ചുറീസാണ്, അല്ലാതെ ചെറിയ ഇഞ്ചുറി അല്ല. അപകടം പറ്റിയിട്ടുണ്ടാവുന്ന ഇഞ്ചുറീസിൻ്റെ പ്രധാനപ്പെട്ട ഒരു പ്രത്യേകത, ഇതിൽ തന്നെ നല്ലൊരു ശതമാനം ആളുകൾ അവരുടെ ഭാവി ജീവിതത്തിനെ പൂർണ്ണമായിട്ടും ബാധിക്കുന്ന രീതിയിലായിരിക്കും ഈ അപകടം സംഭവിച്ചിട്ടുണ്ടാവുക. ഒരുപക്ഷെ പാരാപ്ലീജിയ നമ്മൾ പറയും, അതായത് കാല് രണ്ട് തളർന്നു പോകുന്നു. അപ്പോൾ വാഹനാപകടങ്ങളിൽ സംഭവിക്കാൻ സാധ്യതയുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ഒരു സുപ്രഭാതത്തിൽ കാല് രണ്ടും തളർന്നു പോവുകയാണ്, ഒരു പാലിയേറ്റീവ് കെയറിലേക്ക് ആൾ പോവുകയാണ്. ഒരു ക്യാൻസർ രോഗി പാലിയേറ്റീവ് കെയറിലേക്ക് പോവുകയും ഒരു അപകടം പറ്റിയ ആൾ പാലിയേറ്റീവ് കെയറിലേക്ക് പോവുകയും ചെയ്യുന്നതിൽ വ്യത്യാസമുണ്ട്. ക്യാൻസർ രോഗി ഒരുപക്ഷെ അയാൾ ക്യാൻസറാണ് എന്നുള്ളത് ആദ്യം ഒന്ന് അറിയും. മിക്കപ്പോഴും നല്ല പ്രായമുള്ള ആൾക്കാരായിരിക്കാം, അല്ലെങ്കിൽ ജീവിതത്തിൻ്റെ സിംഹഭാഗവും പിന്നിട്ട ഒരു മിഡിൽ ഏജിലെങ്കിലും ആയിട്ടുള്ള ആളുകളായിരിക്കാം. രോഗം കണ്ടെത്തുന്നു, ചികിത്സയിലേക്ക് പോകുന്നു, ആദ്യത്തെ കുറച്ചു കാലം വലിയ പ്രശ്നമില്ലാതെ പോകുന്നു, പതിയെ പതിയെ രോഗം ഒരുപക്ഷെ അവരെ കീഴ്പ്പെടുത്തുന്നു. അപ്പോൾ അവർക്ക് അല്പം സമയം കിട്ടും ഈ പറഞ്ഞ അവസ്ഥയുമായിട്ട് ഒരു രമ്യതയിലെത്താൻ. പക്ഷേ വളരെ പ്രൊഡക്റ്റീവായിട്ടുള്ള 20കളിലും 30കളിലും അവരുടെ പ്രായത്തിൻ്റെ 20കളിലും 30കളിലും ഒക്കെയുള്ള ആളുകൾ ഒരു ബൈക്കുമായിട്ട് റോഡിലേക്ക് ഇറങ്ങുന്നു. തൊട്ട് മുമ്പുള്ള ജീവിതത്തിൽ നിന്നും തൊട്ടടുത്ത നിമിഷം അവരുടെ ജീവിതം കീഴ്മേൽ മറിയുന്ന ഒരവസ്ഥയുണ്ട്. അപ്പോൾ ഞങ്ങൾ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് പാലിയേറ്റീവ് കെയർ ആവശ്യമുള്ള ആളുകളുടെ ജീവിത നിലവാരം അല്ലെങ്കിൽ ക്വാളിറ്റി ഓഫ് ലൈഫിനെ പറ്റി പഠിച്ചപ്പോൾ നമുക്ക് മനസ്സിലായ ഒരു കാര്യം, ക്യാൻസർ രോഗികൾക്കല്ല ക്വാളിറ്റി ഓഫ് ലൈഫ് കുറവ്, മറിച്ച് പാരാപ്ലീജിയ അപകടങ്ങളിലൊക്കെ പറ്റുന്ന ആളുകൾക്കാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ 5000 പേര് മരണമടയുന്നു എന്ന് പറയുമ്പോൾ ഒരു കണക്കിന് നോക്കുമ്പോൾ ആ 5000 ആൾക്കാർ ഭാഗ്യമുള്ളവരാണെന്ന് പറയാം. കാരണം അത് മറ്റൊരു ആയിരക്കണക്കിന് ആളുകൾ ഈ അപകടം പറ്റി ശേഷിച്ച ജീവിതം മുഴുവൻ അവർ ജീവിതം തള്ളി നീക്കേണ്ടതായിട്ട് വരും. ഇതുണ്ടാക്കുന്ന കുടുംബങ്ങളിലുള്ള സാമ്പത്തിക പ്രശ്നങ്ങൾ, സാമൂഹ്യ പ്രശ്നങ്ങൾ, ഇതൊക്കെ വളരെ വളരെ വലിയ പ്രശ്നങ്ങളാണ്. അപ്പോൾ അതിൽ ഒട്ടേറെ കാര്യങ്ങൾ നമ്മൾ ചെയ്യാനുണ്ട്. താങ്കൾ നേരത്തെ സൂചിപ്പിച്ച ബിഹേവിയറൽ ചേഞ്ച് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഉണ്ടെങ്കിൽ പോലും അപകടം പറ്റിക്കഴിഞ്ഞാൽ അവർക്ക് വളരെ വേഗത്തിൽ എത്രയും പെട്ടെന്ന് ഏതാണ്ട് പൂർണ്ണമായും അവരുടെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ കഴിയുന്ന, മരണങ്ങൾ തടയാൻ കഴിയുന്ന സേവനങ്ങൾ ഉറപ്പാക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ അതിൽ ട്രോമ കെയറുമായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ സംസ്ഥാനം ഇതിനകം തന്നെ ചെയ്തു തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ ഗോൾഡൻ അവർ നമ്മൾ പറയുന്ന, അപകടം പറ്റി 1 മണിക്കൂറിനുള്ളിൽ, അപകടം എവിടെയും പറ്റാം. അപ്പോൾ അപകടം പറ്റിയത് മൂന്നാറാണെങ്കിൽ മൂന്നാറിൽ നിന്ന് 1 മണിക്കൂറിനുള്ളിൽ,
അപകടം പറ്റുന്നത് വേറെ ഏതെങ്കിലും ഒരു മേഖല, ഏതെങ്കിലും ഒരു കുളത്തൂപ്പുഴയാണെങ്കിൽ കുളത്തൂപ്പുഴയിൽ നിന്ന് 1 മണിക്കൂറിനുള്ളിൽ അയാളെ തൊട്ടടുത്തുള്ള ട്രോമ കെയർ ഫെസിലിറ്റിയിൽ എത്തിച്ചിരിക്കണം. അതിൻ്റെ അർത്ഥം എന്ന് വെച്ചാൽ കുളത്തൂപ്പുഴയിൽ നിന്നും ഒരു വാഹനം പുറപ്പെട്ടു കഴിഞ്ഞാൽ 1 മണിക്കൂറിനുള്ളിൽ എത്തുന്ന സ്ഥലം എന്നുള്ളതല്ല. കുളത്തൂപ്പുഴയിൽ നിന്നും ഏതാണ്ട് ഒരു 10 മിനിറ്റിനുള്ളിൽ വാഹനം പുറപ്പെടണം. കാരണം കുളത്തൂപ്പുഴയിൽ നിന്നും അരമണിക്കൂറിൽ എത്തിപ്പെടാൻ പറ്റുന്ന ഒരു സ്ഥലത്ത് നമുക്കൊരു ട്രോമ കെയർ ഫെസിലിറ്റി ഉണ്ട് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. വാഹനം കിട്ടാൻ 1 മണിക്കൂറായെങ്കിൽ നമ്മുടെ സമയം പോയല്ലോ. അപ്പം വാഹനങ്ങൾ ഉണ്ടാകണം, അതിനുള്ള സംവിധാനങ്ങൾ ഉണ്ടാകണം. നമ്മൾ ആ കാര്യത്തിൽ തീർച്ചയായിട്ടും നമ്മൾ പ്രൈവറ്റ് ഹോസ്പിറ്റലുകളെയും കൂടി വിശ്വാസത്തിലെടുത്ത് അവരെയും കൂടി എക്യുപ്പ് ചെയ്താൽ മാത്രമേ ഈ ഒരു ലക്ഷ്യം നമുക്ക് പൂർത്തീകരിക്കാനായിട്ട് കഴിയുള്ളൂ. അതിനുവേണ്ടി മുടക്കുന്ന സാമ്പത്തികം സത്യത്തിൽ ഒരു വളരെ വലിയ ഇൻവെസ്റ്റ്മെന്റ് ആയിരിക്കും കേരളത്തെ സംബന്ധിച്ചിടത്തോളം. താങ്കൾ പറഞ്ഞതിനോട് ഞാൻ പൂർണ്ണമായിട്ട് യോജിക്കുന്നു. വളരെ വലിയ പൊതുജനാരോഗ്യ പ്രശ്നമാണ്. ഒരുപക്ഷെ ഈ ഓൾഡ് വേൾഡ് പഴയകാല പൊതുജനാരോഗ്യ പ്രശ്നങ്ങളെ ഒരു പരിധിവരെ നമ്മൾ നിയന്ത്രിച്ചു എന്ന് ഉള്ള സ്ഥിതിക്ക് തീർച്ചയായിട്ടും ഈ ഒരു പ്രശ്നം ഒരു വളരെ മുന്തിയ പരിഗണന കൊടുത്ത് ചെയ്യേണ്ടതാണെന്നാണ് എനിക്ക് തോന്നുന്നത്. നമ്മുടെ സർക്കാർ കഴിഞ്ഞ ഒരു കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് വൈബ് ഫോർ വെൽനെസ്, ആരോഗ്യമാനന്ദം വൈബ് ഫോർ വെൽനെസ് എന്ന് പറഞ്ഞിട്ട് ഒരു ക്യാമ്പയിൻ നടത്തുകയുണ്ടായി. നമ്മുടെ ആരോഗ്യവകുപ്പ് മന്ത്രി ഡാൻസ് ചെയ്യുന്നതൊക്കെ ഇപ്പോൾ വളരെ വലിയ ചർച്ചയൊക്കെ ആയിരുന്നു. അപ്പോൾ അതിനകത്ത് 4 ഘടകങ്ങളാണ് പ്രധാനമായിട്ടും: നല്ല ഭക്ഷണം, നല്ല വ്യായാമം, നല്ല ഉറക്കം, നല്ല മാനസിക ആരോഗ്യം. ഈ 4 കാര്യങ്ങളാണ് നമ്മൾ കൂടുതലായിട്ട് ഫോക്കസ് ചെയ്യേണ്ടത്. അതായത് കേരളം ഒരു സമൂഹം എന്നുള്ള നിലയിൽ നമ്മുടെ പൊതുജനാരോഗ്യം മെച്ചപ്പെടുന്നതിന് ഏറ്റവും പ്രധാനമായിട്ട് ഈ 4 ഘടകങ്ങൾ ഫോക്കസ് ചെയ്യണം എന്നുള്ളതാണ് അതിൽ വന്ന അതാണ് ഈ വൈബ് ഫോർ 4 കാര്യങ്ങൾ എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതിൽ ഏറ്റവും പ്രധാനമുള്ള ഒരു കാര്യം നല്ല വ്യായാമം എന്നുള്ളതാണ്. കാരണം തീർച്ചയായിട്ടും ഇപ്പം നമുക്കറിയാം, ഒരു ആരോഗ്യമുള്ളൊരു സമൂഹത്തിനെ വാർത്തെടുക്കുന്നതിൽ വ്യായാമം വളരെയധികം പ്രാധാന്യമുള്ളതാണ്. അപ്പോൾ അതിൽ പക്ഷെ തീർച്ചയായിട്ടും അതിനെ സഹായിക്കുന്ന രീതിയിൽ നമ്മുടെ സമൂഹത്തിൻ്റെ സാമൂഹ്യമായിട്ടുള്ള സംവിധാനങ്ങൾ രൂപപ്പെടുത്തേണ്ടതായിട്ടുണ്ട്. ചില കാര്യങ്ങളിൽ അത് രൂപപ്പെടുന്നില്ല എന്ന് മാത്രമല്ല, ഉള്ള സംവിധാനങ്ങൾ തകരുന്ന ഒരു സാഹചര്യമുണ്ട്. ഒന്ന്, നമ്മുടെ നാട്ടിലൊക്കെ വ്യാപകമായിട്ട് ഈ വ്യായാമത്തിലേക്ക് ആളുകളെ നയിച്ചു കൊണ്ടിരുന്ന ഒരു കാര്യം കുട്ടിക്കാലത്ത് തന്നെ ആളുകൾ കളിക്കുന്നു എന്നുള്ളതാണ്. കുട്ടികൾ കളിക്കുന്നു എന്നുള്ളതാണ് ഒരു സമൂഹത്തിൻ്റെ ആരോഗ്യത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. അപ്പോൾ കുട്ടികൾ കളിക്കണമെങ്കിൽ ഏറ്റവും കൂടുതലായിട്ട് നമ്മളുടെയൊക്കെ ഇപ്പം മിഡിൽ ഏജിലുള്ള ആളുകൾ അവരുടെ കുട്ടിക്കാലത്തിനെ പറ്റി ആലോചിച്ച് കഴിഞ്ഞാൽ നമ്മുടെ വീടിനോടടുത്ത പറമ്പുകൾ, അതോടൊപ്പം തന്നെ ചില കളിസ്ഥലങ്ങൾ, സ്കൂളുകളിലുള്ള കളിസ്ഥലങ്ങൾ, ഇതൊക്കെയാണ് കളിക്കാൻ ഉണ്ടായിരുന്ന സാഹചര്യങ്ങൾ. അന്ന് മൊബൈൽ ഫോണുകൾ ഇല്ലാത്തതുകൊണ്ട് കളിയല്ലാതെ മറ്റു ഓപ്ഷനും ഉണ്ടായിരുന്നില്ല. പക്ഷെ ഇപ്പം അങ്ങനെയല്ല. മൊബൈൽ ഫോൺ വന്നതോടുകൂടി കളിക്കാൻ, വീട്ടിലിരുന്ന് കളിക്കാം. ഇൻഡോർ ഗെയിമുകൾ എന്ന് നമ്മൾ പറയുന്നത് പഴയ ചെസ്സ് കളിയും ക്യാരംസും മാത്രമല്ല, ഈ പറഞ്ഞതുപോലെ മൊബൈൽ ഫോണിൽ നിങ്ങൾക്ക് ധാരാളം എൻജോയ്മെൻറ്റിനുള്ള അവസരമുണ്ട്. അതുകൊണ്ട് തന്നെ വളരെ മോട്ടിവേറ്റ് ചെയ്താൽ മാത്രമേ കുട്ടിക്ക് കളിക്കാൻ പോകാൻ തോന്നുകയുള്ളൂ. നമുക്ക് തോന്നിയാൽ പോലും അയൽവക്കത്തെ കുട്ടിക്ക് അത് തോന്നില്ല. അയൽവക്കം തന്നെ ഒരുപക്ഷെ ഉണ്ടാവില്ല. അപ്പോൾ എന്ത് പറ്റുന്നു? കുട്ടിക്ക് കളിക്കാൻ പോകണമെന്ന് താല്പര്യമുള്ള കുട്ടി പോലും വീട്ടിനുള്ളിൽ മൊബൈൽ ഫോണിലോ ടി വിയിലേക്കോ തളച്ചിടപ്പെടുന്ന ഒരു സാഹചര്യമുണ്ട്. സ്കൂളിലാണെന്നുണ്ടെങ്കിൽ സ്കൂൾ ഗ്രൗണ്ടുകൾ, ഏതോ ഒരു സിനിമയിൽ കാണിക്കുന്ന കണക്ക് സ്കൂൾ ഗ്രൗണ്ട് ഇരിക്കുന്ന വാഴ 2-ലാണെന്ന് തോന്നുന്നു. സ്കൂൾ ഗ്രൗണ്ടുകൾ ഏത് സ്കൂളിൽ നിന്ന് എടുത്തു നോക്കിയാലും അത് ബസ്സുകളുടെ പാർക്കിംഗ് സ്പേസ് ആണ്. സ്കൂൾ ഗ്രൗണ്ടുകൾ ഇല്ലാതെയാകുന്നു. ഗ്രൗണ്ടുകളിൽ റാൻഡമായിട്ടുള്ള കളികളില്ല, മറിച്ച് PT പീരീഡ് ഉണ്ട്. PT പീരീഡും റാൻഡമായിട്ടുള്ള കളിയും തമ്മിലുള്ള വ്യത്യാസം എൻ്റെ അനുഭവത്തിൽ, ഒരുപക്ഷെ എൻ്റെ അനുഭവം പങ്കുവയ്ക്കുന്നവരായിരിക്കും നിങ്ങളിൽ പല ആൾക്കാരും, PT പീരീഡ് നമ്മൾ അത്ര എൻജോയ് ചെയ്തിട്ടില്ല. അതൊരു തരം നമ്മളെ പിടിച്ചുകൊണ്ടുപോയി അവർക്ക് PT മാഷിന് ആവശ്യമുള്ളൊരു കളി കളിപ്പിക്കുന്നു എന്നുള്ളതാണ്. അതിൽ തന്നെ ഇപ്പോൾ ഫുട്ബോൾ കളിക്കുമ്പോൾ നന്നായിട്ട് കളിക്കുന്നവൻ അതൊരു എൻജോയബിൾ ആയിട്ട് തോന്നുമെങ്കിലും എന്നെപ്പോലെ ഫുട്ബോൾ കളിക്കാൻ അറിയാത്ത ഒരാളെ സംബന്ധിച്ചിടത്തോളം ഒന്നുകിൽ കളിയിൽ നിന്ന് മാറ്റി നിർത്തപ്പെടുകയോ അല്ലെങ്കിൽ പേരിന് വേണ്ടി ഒരു ഡിഫൻഡർ പൊസിഷൻ തന്ന് ഗോളിയാക്കില്ല. കാരണം ഗോളിയാക്കി കഴിഞ്ഞാൽ നമ്മുടെ ടീമിന് വലിയ അപകടമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാവർക്കും പറ്റുന്ന കളി ചൂസ് ചെയ്യാനായിട്ട് പറ്റില്ല. പക്ഷേ റാൻഡമായിട്ടുള്ള കളിയുടെ ഒരു ഗുണമെന്ന് വെച്ചാൽ നമ്മുടെ സ്കിൽ എവിടെയാണോ, നമുക്ക് ഇപ്പോൾ ഫുട്ബോൾ കളിക്കുന്ന ആൾക്കാർ ഫുട്ബോൾ കളിക്കാൻ പോകുമ്പോൾ നമുക്ക് ഇങ്ങോട്ട് മാറി ക്രിക്കറ്റ് തട്ടി കളിക്കാം. അപ്പോൾ അത്തരത്തിലുള്ള ഈ കുട്ടിക്കാലത്തുള്ള ഈ കളിയുടെ അല്ലെങ്കിൽ വ്യായാമത്തിനുള്ള അവസരങ്ങൾ കുറഞ്ഞു പോകുന്നു എന്നുള്ളതാണ് പ്രധാനമായിട്ടും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. അതിന് തീർച്ചയായിട്ടും നമ്മളുടെ ഈ ഗ്രൗണ്ടുകളെ നമ്മൾ റിവാം ചെയ്തെടുക്കേണ്ടതായിട്ടുണ്ട്. പാർക്കുകൾ പ്രധാനപ്പെട്ട ഒരു ഇടമാണ്. കാരണം ഇന്നത്തെ കുട്ടിക്കാലത്ത് ഈ പറഞ്ഞ കുട്ടികൾക്ക് വീട്ടിനടുത്ത് പറമ്പുണ്ടാവില്ല, നഗരങ്ങളിൽ പ്രത്യേകിച്ചും. അപ്പോൾ നഗരങ്ങളിൽ പാർക്കുകൾ ഉണ്ടെങ്കിൽ
പാർക്കിൽ ഈ പറഞ്ഞതുപോലെ ഏതെങ്കിലും രീതിയിൽ കളിക്കാനുള്ള സംവിധാനങ്ങളോ ഉപകരണങ്ങളോ, അതാണ് ഒരു കാര്യം. കളിക്കാനുള്ള ഉപകരണങ്ങൾ ഇപ്പോൾ കൂടിയിട്ടുണ്ട് പണ്ട് കാലത്തുള്ളതിനേക്കാൾ. ഇപ്പോൾ ബാഡ്മിൻ്റൺ, ഒരു ചെറിയ ബാഡ്മിൻ്റൺ കോർട്ടും നെറ്റും, നമ്മളെ സംബന്ധിച്ചിടത്തോളം നെറ്റൊന്നും നമുക്ക് കിട്ടില്ല. ഒരു ബാറ്റ് കിട്ടാൻ തന്നെ ബുദ്ധിമുട്ടാണ്. ബാഡ്മിൻ്റൺ കളിക്കുക എന്ന് വെച്ചാൽ വളരെ ബുദ്ധിമുട്ടായിരുന്നു കുട്ടിക്കാലത്ത്. പക്ഷേ ഇപ്പോൾ അങ്ങനെയല്ല. ബാഡ്മിൻ്റൺ ബാറ്റുകളും നെറ്റും ഈ പറഞ്ഞ പോലെ കളിക്കാനുള്ള, ബാഡ്മിൻ്റൺ കളിക്കാൻ ചെറിയൊരു സ്ഥലം മതിയാവും. അത്തരത്തിലുള്ള കളി പ്രോത്സാഹിപ്പിക്കുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. പക്ഷെ മുതിരുന്ന അനുസരിച്ച് അവർക്ക് ഒരുപക്ഷെ ജിമ്മുകൾ വ്യാപകമായിട്ട് സർക്കാരിൻ്റെ പല പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളിലും ഇപ്പോൾ ജിമ്മുകൾ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ മറ്റൊന്ന് നടക്കാൻ ഉള്ള സ്ഥലങ്ങൾ, അത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. അപ്പോൾ നടക്കാൻ പോകുമ്പോൾ ആളുകൾ പൊതുനിരത്തുകളെയാണ് നടക്കാനായിട്ട് ഉപയോഗിക്കുന്നത്. പൊതുനിരത്തുകൾ നടക്കാനായിട്ട് ഉപയോഗിക്കുമ്പോൾ പ്രധാനമായിട്ട് സംഭവിക്കുന്ന ഒരു കാര്യം, റോഡ് ട്രാഫിക് ആക്സിഡൻറ്റുകൾ കൂടാനുള്ള സാധ്യത. കാരണം ആളുകൾ പലപ്പോഴും നടക്കാനായിട്ട് ചൂസ് ചെയ്യുന്ന സമയം വെളുപ്പിന് രാവിലെയുള്ള സമയമാണ്. രാവിലെ നടക്കുമ്പോൾ തലേ ദിവസം ഉറക്കം ഒഴിച്ച് ഡ്രൈവ് ചെയ്യുന്ന ആളുകളുടെ സാന്നിധ്യം റോഡുകളിൽ വളരെ കൂടുതലായിരിക്കും. അതുകൊണ്ട് തന്നെ രാവിലെകളിൽ ആക്സിഡൻറ്റ്, പിന്നെ വെളിച്ചവും കുറവായിരിക്കും. പലപ്പോഴും ഡാർക്ക് കളറിലുള്ള സ്യൂട്ടൊക്കെ ഇട്ടിട്ടാണ് ആൾക്കാർ നടക്കാൻ പോകുന്ന ആളുകൾ, പ്രത്യേകിച്ച് റോഡിൽ നടക്കുമ്പോൾ, അത് വ്യായാമത്തിന് വേണ്ടിയിട്ടല്ല, വെറുതെ നടക്കുമ്പോൾ പോലും ആളുകൾ ശ്രദ്ധിക്കേണ്ട കാര്യം, വെള്ള നിറത്തിലോ ലൈറ്റ് കളറിലോ ഉള്ള ഡ്രസ്സ് ഇട്ട് മാത്രമേ റോഡ് ക്രോസ് ചെയ്യാവൂ. പക്ഷേ വാഹനം ഓടിക്കുന്ന ആൾക്കാരെന്നുള്ള നിലയിൽ നിങ്ങൾക്കറിയാം, അവസാന നിമിഷമായിരിക്കും നമ്മളൊരു ഡാർക്ക് കളർ ഇട്ട് റോഡ് ക്രോസ് ചെയ്യുന്ന ആളെ കാണുന്നത്. നമ്മൾ ഒരുപക്ഷെ അതിശയിച്ചു പോകും, ഇടിച്ചില്ല ഭാഗ്യം എന്ന് വിചാരിക്കുകയും ചെയ്യും. കാരണം അത് വളരെ വലിയൊരു കാര്യമാണ്. ഇപ്പോൾ വാഹനം ഓടിക്കുന്ന അല്ലെങ്കിൽ റോഡിൽ നടക്കുന്ന സമയത്ത്, ഞാൻ ഡ്രസ്സിൻ്റെ കാര്യം ഇടയ്ക്ക് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ, ഈ വാഹനം ഈ രാവിലെയുള്ള നടത്തത്തിനിടയിൽ റോഡപകടം സംഭവിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. നമ്മുടെ നാട്ടിൽ നല്ലൊരു ശതമാനം ആളുകൾക്ക് റോഡപകടം പറ്റുന്നത് നടത്തശീലത്തിൻ്റെ ഭാഗമായിട്ടാണ്. മറ്റൊന്ന് പട്ടിശല്യമാണ്. നമ്മുടെ നിരത്തിൽ വ്യാപകമായിട്ട് നായ്ക്കളുടെ ശല്യം ഉണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെ നായ് കടിക്കാനുള്ള സാധ്യത. അതുകൊണ്ട് തന്നെ ആളുകൾ ഈ വീടുകളിൽ ജിമ്മ് എന്നൊക്കെ പറയുന്നത് ഒന്ന് അഫോർഡബിൾ അല്ല. നല്ലൊരു ശതമാനം ആളുകൾക്ക് അഫോർഡബിൾ ആണെങ്കിൽ തന്നെ നമുക്കൊരു മോട്ടിവേഷൻ ഉണ്ടാവില്ല. 1-2 ദിവസമൊക്കെ കഴിയുമ്പോൾ നമ്മളത് നിർത്തും. അപ്പോൾ ഈ ഇത്തരത്തിലുള്ള സംവിധാനങ്ങൾ സർക്കാരിൻ്റെ ഉടമസ്ഥതയിൽ തന്നെ ചെയ്യണം എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യം. അതുമായിട്ട് ആളുകാരെ മോട്ടിവേറ്റ് ചെയ്യണം. നടക്കാനുള്ള നടപ്പാതകൾ കഴിയുന്നതും റോഡിൻ്റെ ഇരുവശവും, സൈക്കിൾ ചെയ്യാനും നടക്കാനുമുള്ള നടപ്പാതകൾ നമ്മൾ റോഡിൻ്റെ ഇരുവശവും നിർമ്മിക്കണം. ഇതൊക്കെ നമ്മൾ കുറേ കാലം കൊണ്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ്. പക്ഷേ വ്യായാമത്തിൻ്റെ ഒരു പ്രാധാന്യത്തിനെ മുൻനിർത്തി ഇപ്പോൾ ആളുകളൊക്കെ സ്വയം തോന്നിയിട്ട് കുറേ ആളുകളൊക്കെ ജിമ്മിൽ പോകുന്നുണ്ട്. പക്ഷെ നല്ലൊരു ശതമാനം ആളുകൾ, ഞാനുൾപ്പെടെയുള്ള ആളുകൾ ജിമ്മിൽ പോകുന്നില്ല, വീട്ടിലിരിക്കുകയാണ് ചെയ്യുന്നത്. പക്ഷേ ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. പിന്നെ ഇടയിൽ പറയാനുള്ള ഒരു കാര്യം, ഈ അടുത്ത കാലത്തുള്ള ഗവേഷണങ്ങൾ കാണിക്കുന്നത്, പ്രത്യേകിച്ചും പ്രമേഹം ഉള്ളവരോ അല്ലെങ്കിൽ പ്രമേഹം ഉണ്ടാകാൻ സാധ്യതയുള്ള ആളുകളോ രാവിലെ നടക്കുന്നതിനേക്കാൾ അല്ലെങ്കിൽ രാവിലെ വ്യായാമം ചെയ്യുന്നതിനേക്കാൾ നല്ലത് വൈകുന്നേരം വ്യായാമം ചെയ്യുന്നതാണ് എന്നുള്ള ചില പഠന റിപ്പോർട്ടുകൾ, അത് ഒരുപാട് പഠനങ്ങൾ, ഒരു പഠനം മാത്രമല്ല, ഏതാണ്ട് ഇപ്പോൾ ശാസ്ത്രലോകത്തിന് അത് തീർച്ചപ്പെടുത്താനായിട്ട് കഴിഞ്ഞിട്ടുണ്ട്. രാവിലെയുള്ള വ്യായാമത്തിനേക്കാൾ ഗുണകരം വൈകുന്നേരമുള്ള വ്യായാമമാണ്. ഞാനിത് എടുത്തു പറയാനുള്ള കാരണം, നമ്മുടെ എല്ലാവരുടെയും ഒരു തോന്നൽ രാവിലെ വ്യായാമം ചെയ്യുന്നതാണ് നല്ലതെന്നാണ്. കാരണം പണ്ട് മുതലേ നമ്മളെ പറഞ്ഞു പഠിപ്പിച്ചിട്ടുള്ളത് രാവിലെ നല്ല ഓക്സിജൻ ഉണ്ടാവും, ആളുകളല്ലേ രാവിലെ ഉണർന്നു കഴിയുമ്പോൾ നമുക്കൊരു ഒരു ഊർജ്ജം ഉണ്ടാകും. പക്ഷേ നമ്മുടെ ബയോളജിക്കൽ ക്ലോക്കുമായിട്ട് ബന്ധപ്പെട്ട സിർക്കാഡിയൻ റിത്തം എന്ന് പറയും, അതിൽ ഇൻസുലിൻ സെക്രീഷനുമായിട്ട് ബന്ധപ്പെട്ട ചില ഫിസിയോളജിക്കലായിട്ടുള്ള കാര്യങ്ങളും നേരിട്ട് തന്നെ മനുഷ്യരിൽ നടത്തിയിട്ടുള്ള ചില പഠനങ്ങളും കാണിക്കുന്നത്, ശരീരത്തിലുള്ള ഈ പറഞ്ഞ ഗ്ലൂക്കോസിനെ നിയന്ത്രിക്കുന്നതിനും ഈ പറഞ്ഞ ഈ വർക്കൗട്ട് ചെയ്യുന്നതിൻ്റെ അല്ലെങ്കിൽ വ്യായാമം ചെയ്യുന്നതിൻ്റെ ഗുണം കൂടുതൽ കിട്ടുന്നതും ഉച്ച കഴിഞ്ഞിട്ട് വ്യായാമം ചെയ്യുന്നതിനാണ് എന്നുള്ള രീതിയിൽ പല പഠനങ്ങളും വന്നിട്ടുണ്ട് എന്നുള്ള കാര്യം കൂടെ ഇതിൻ്റെ കൂട്ടത്തിൽ പറയാനായിട്ട് ആഗ്രഹിക്കുന്നു.